കൊല്ലം രൂപതയിലെ സെന്റ് ജോർജ് ഇടവക അരവിളയിൽ ബഹുമാനപ്പെട്ട ലാസറസ് പട്ടാടവച്ചനാണ് ഇടവികാരി. അഭിമന്യ പോളാരണി മുല്ലശ്ശേരി പിതാവിൻ്റെ സന്ദർശനത്തിന് മുമ്പായി BCC ടീം അംഗങ്ങൾ ഇവിടെ സന്ദർശിക്കുകയുണ്ടായി. ഇവിടെ ഇരിക്കുന്നതെല്ലാം ആനിമേറ്റേഴ്സും നമ്മുടെ ഇടവകയുടെ വിവിധ ഭക്തസംഘങ്ങളുടെ പ്രതിനിധികളുമാണ്. അരവിള ഇടവകയുടെ വലിയ ചരിത്രമാണ്. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കീഴ്പ്പെടുത്തിയപ്പോൾ പോർച്ചുഗീസുകാർക്ക് അഭയം നൽകിയ ഒരു ശക്തമായ സ്ഥലം നമ്മുടെ അരവിള ഇടവകയായിരുന്നു. അതുമാത്രമല്ല, വിദ്യാഭ്യാസത്തിന് 1875 ഇവിടെ കണിയാങ്കടയിൽ സ്ഥാപിതമായ വിദ്യാഭ്യാസ പ്രൈമറി സ്കൂൾ ആ ഒരു കാലഘട്ടത്ത് ധീരതയുടെ അടയാളമായിരുന്നു. നമ്മുടെ ഇടവകയുടെ മറ്റ് പ്രവർത്തനങ്ങളും കാര്യങ്ങളും സംസാരിക്കാനായി ഇടവക കൈക്കാരനെ ഞാൻ ക്ഷണിക്കുന്നു. 1819 ഈ ഇടവക വന്നതായി ചരിത്രം പറയുന്നത്. 1928 ഈ കാണുന്ന ദേവാലയം നിർമ്മിച്ചതായി കാണുന്നു. ആ ഒരു ശക്തമായ പ്രകൃതിക്ഷോഭത്തിൽ ഈ ദേവാലയത്തിൻ്റെ പ്രധാന ഭാഗം തകർന്നു പോവുകയും 1974 അത് പുനർനിർമ്മിക്കുകയും ചെയ്യുകയുണ്ടായി. 2012 വീണ്ടും ഇടവക വികാരിയായിരുന്ന സാജു വിൻസെൻ്റ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു പുനർനിർമ്മാണ പ്രവർത്തനം കൂടി നടത്തപ്പെട്ടു. ഇടവകയിലെ കൊല്ലം രൂപതയിലെ രണ്ടാമത്തെ കമ്മ്യൂണിറ്റി ഹാളാണ് ഈ അരവിളയിൽ സ്ഥിതി ചെയ്യുന്ന മദർ തെരേസയുടെ നാമധേയത്തിലുള്ള കമ്മ്യൂണിറ്റി ഹാൾ. അതുപോലെ തന്നെ ഇവിടെ അച്ഛൻ പ്രതിപാദിച്ചതുപോലെ കണിയാങ്കടവിൽ 150 വർഷത്തോളം പഴക്കമുള്ള ഒരു പ്രൈമറി സ്കൂൾ പ്രവർത്തിക്കുന്നു. ഈ രൂപതയുടെ കീഴിൽ 3 കുരിശടികൾ പ്രാർത്ഥനയ്ക്കായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഹൈവേ സൈഡിലായി വിശുദ്ധ ജോർജിൻ്റെ നാമധേയത്തിലും കണിയാങ്കട സ്കൂൾ പരിസരത്ത് വിശുദ്ധ പത്രോശ്ലീഹായുടെ നാമധേയത്തിലും അരവിളക്കടവിൽ വേളാങ്കണ്ണി മാതാവിൻ്റെ നാമധേയത്തിലും സജ്ജീകരിച്ചിരിക്കുന്നു. വിശുദ്ധ പത്രോശ്ലീഹായുടെ നാമധേയത്തിലും വിശുദ്ധ സെൻറ്റ് ജോർജിൻ്റെ നാമധേയത്തിലും 2 കൊമ്പ്രിയ തിരുനാളുകൾ ഇവിടെ ആഘോഷിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഈ കൊല്ലം രൂപതയിൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നൊവേനയും ആരാധനയും ചേർന്നുള്ള ദിവ്യബലി എല്ലാ തിങ്കളാഴ്ചകളിലും ഈ ദേവാലയത്തിൽ നടത്തപ്പെടുന്നു. ഞങ്ങളുടെ ഇടവകയിൽ സർവേ നടത്തിയത് പ്രകാരം 856 കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളെ 6 വാർഡുകളായി തിരിച്ച് ഞങ്ങൾ 32 യൂണിറ്റുകൾ, വിശുദ്ധരുടെയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെയൊക്കെ പേരുകളാണ് യൂണിറ്റുകൾക്ക് നൽകിയിരിക്കുന്നത്. യൂണിറ്റുകൾ ഞങ്ങളുടെ ഏറെ ബഹുമാനപ്പെട്ട ലാസറച്ചൻ വന്നതിന് ശേഷം വളരെ നിർജീവ അവസ്ഥയിലായിരുന്ന യൂണിറ്റുകൾ അച്ഛൻ വന്നതിന് ശേഷം കാര്യക്ഷമമാവുകയും എല്ലാ തിങ്കളാഴ്ചകളിലും വൈകിട്ട് BCC ആനിമേറ്റർമാരുടെ യോഗങ്ങൾ കൂടുകയും വളരെ കാര്യക്ഷമമായി പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം ഞങ്ങൾ എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്നു. ഈ ഇടവകയിലും അത് ഞങ്ങൾക്ക് ഇനി ഉള്ള പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രചോദനമാകട്ടെ എന്ന് ആശിക്കുകയും ചെയ്യുന്നു. ജോസബാസ്നച്ചനും ബിബിനച്ചനും അരവിള ഇടവകയിലേക്ക് വളരെ സൗഹാർദ്ദത്തോടുകൂടി വരികയും ഈ യോഗം സംഘടിപ്പിക്കുകയും ചെയ്തതിന് ഇടവകയുടെ നാമത്തിലുള്ള ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഈ ഇടവക സമൂഹം BCC ആകുന്ന ആ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ ഒരു ചാലകശക്തിയായി നിൽക്കുന്ന ഒന്നാകണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് രൂപത അതിനെ പ്രവർത്തിപ്പിക്കുക. BCC യൂണിറ്റുകളാണ് പ്രാദേശിക സഭയായ രൂപതയുടെയും അതിൻ്റെ ഭാഗമായ ഇടവകയുടെയും കൈകളും കാലുകളും എന്ന് നമുക്കറിയാം. അപ്പോൾ അതെപ്പോഴും ആരോഗ്യമുള്ളതും ബലവത്താകുവാനും BCCയുടെ പ്രവർത്തനങ്ങൾ ശക്തമാകട്ടെ എന്ന നല്ല ആശംസയോടുകൂടി നന്ദി.